ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവ്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം മുൻ വീഡിയോയിൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും ഉള്ള ലക്ഷണം എന്താണെന്ന് ശിഷ്യന്മാർ ചോദിച്ചതിന് കർത്താവ് യേശു പറഞ്ഞ മറുപടിയും അതിനുശേഷം ഈ ദൈവജനം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞതുമാണ് നാം ചിന്തിച്ചത്. ഒരു കാര്യം ചിന്തിച്ചു. 3 കാര്യമാണ് ഈ സംഭവിക്കാൻ പോകുന്ന എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. അതിലൊന്ന് നാം ചിന്തിച്ചു. ഒന്ന്, ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങളുടെയൊക്കെ വീണ്ടെടുപ്പ് അടുത്തു, അതുകൊണ്ട് നിവർന്ന് തല ഉയർത്തണം. 2 കാര്യങ്ങൾ കൽപ്പനയും, ഒരു കാര്യം വാണിങ്ങുമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. അതിൽ ഒന്ന്, നിവർന്ന് തല ഉയർത്തുവീൻ. ഇനി അടുത്ത് 34 വാക്യം, ലൂക്കോസ് 21 വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. രണ്ടാമതൊരു വാണിംഗ് ആണ്. അതെന്ന് വരുമെന്നറിയത്തില്ല, പക്ഷേ ആ ദിവസം വരുമ്പോൾ എന്ത് ചെയ്യണം? അത് ഞാൻ പറഞ്ഞത് പഴയ ഭാഷാന്തരമാണ്, തെറ്റില്ല. എങ്കിലും ഞാൻ POC വായിച്ചപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ആ വാക്യം ഇഷ്ടപ്പെട്ടു. വായിക്കട്ടെ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വൈകൃത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വൈകൃത. ഇവിടെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാണ്. അതിനാണ് POCയിൽ ആധുനിക ഭാഷയിൽ പറയുന്നു സുഖലോലുപത, മദ്യാസക്തി, ജീവിത വൈകൃത. ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. ഞാനതാ പറഞ്ഞത്, ഇതൊരു വാണിംഗ് ആണ്. ആദ്യത്തെ ഒരു ആലോചനയാണ്. ഏതാ? നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു, നിവർന്ന് തല ഉയർത്തണം. നിങ്ങൾ കുനിഞ്ഞിരിക്കേണ്ടവരല്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടവരല്ല. ഒരിക്കലും ദുഃഖവും നിരാശയും തളർച്ചയും വരുന്നവർ തല ഉയർത്താൻ അവർക്ക് കഴിയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പ്രത്യാശയോടെ തല ഉയർത്തുകയും. അത് കഴിഞ്ഞാണ് വാണിംഗ്. നിങ്ങളുടെ ഹൃദയം, ഈ അർത്ഥം തന്നെയാണ് സുഖലോലുപത. ഇന്ന് അതല്ലേ നാം കാണുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തെ എങ്ങനെയെങ്കിലും പാപത്തെ വിട്ട് ഈ നശിച്ച ലോകത്തെ വിട്ട് എനിക്ക് ഓടി രക്ഷപ്പെടണം. ആ നാമത്തെ ഇന്ന് സുഖം വർദ്ധിപ്പിക്കാൻ ഏതെല്ലാം രീതിയിൽ സുഖലോലുപത അലസരായി, ഞാനതിന് അലസരായി തീരാനാണല്ലോ ശ്രമിക്കുക. ഞാൻ അതിന് ഇംഗ്ലീഷിലെ ഒരു വാക്കിന് തർജ്ജമയിലെ ഒരു വാക്കിന് അർത്ഥം നോക്കിയപ്പോൾ ദുർവൃത്തി, അലസത, ദുർവ്യയം എന്നൊക്കെയുള്ള മീനിങ് കണ്ടു. അപ്പോൾ ഡിസിപ്പേഷൻ എന്ന് 1-2 തർജ്ജമയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദുർവൃത്തി, സുഖലോലുപത, ഉള്ളതെല്ലാം നാമാവശേഷമായി കളയുക. സുഖം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ ആ രീതിയിലല്ലേ പോകുന്നത്. ഹൃദയങ്ങൾ അതിലോട്ട് മുഴുകുകയാണ്. പണം വർദ്ധിക്കുന്നു. അപ്പോൾ സുഖലോലുപത വരുമ്പോൾ അവിടെ അലസത വ്യാപരിക്കുന്നു. അവിടെ വിനോദങ്ങൾക്ക് പോകുന്നു. ഇന്ന് അതല്ലേ നാം കാണുന്നേ. വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും സമയമില്ലല്ലോ. എന്താ? സീരിയലുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റ് പലതും ഉണ്ടല്ലോ. കണ്ണിനെ രസിപ്പിക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന, ജഡത്തെ പോഷിപ്പിക്കുന്ന, ജഡത്തിൻ്റെ സുഖം വർദ്ധിപ്പിക്കുന്ന, ജഡത്തിനായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് ദൈവജനം മാറിയില്ലേ. കർത്താവ് പറഞ്ഞു ആ ദിവസം വരുന്നത് എങ്ങനെയുള്ളവർക്ക് ആ ദിവസം കെണി പോലെ വരുമെന്ന. അതുകൊണ്ട് സൂക്ഷിച്ചോ, ബിവെയർ, കരുതിയിരുന്നു. ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടു തോന്നുന്നു.
ബാബിലോൺ ബാബിലോൺ നഗരത്തെ മേദ്യപാർസ്യക്കാർ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അഗമ്യമായ ആ പട്ടണം എങ്ങനെയാണ് അവരുടെ കയ്യിൽ വീണത്? വേദപുസ്തകത്തിലുണ്ട്, വാതിൽ അവന് തുറന്നിരിക്കുന്നതിന് ഞാൻ നിനക്ക് മുൻപേ പോയി താമ്ര വാതിലെ താർത്ത് ഇരുമ്പോ ടാമ്പിലെ കണ്ണിച്ച് ഒക്കെ ശരിയാക്കുമെന്ന് പുസ്തകത്തിലുണ്ട്. പക്ഷേ നടന്നതെന്താ? അവർ അകത്ത് കയറിയപ്പോൾ വാതിൽ അടഞ്ഞിരുന്നില്ല. കാരണം ബെൽഷസ്സർ രാജാവും അവൻ്റെ ആളുകളും തമ്മിൽ കുടിച്ചു കൂത്താടി. വെളിവില്ലാതെ കാവൽക്കാർ ആ പട്ടണവാതിൽ അടയ്ക്കാൻ മറന്നുപോയി. അവർ മറ്റൊരു ശത്രുക്കൾ കഷ്ടപ്പെട്ട് യൂഫ്രട്ടീസ് നദിയിൽ അണയൊക്കെ കെട്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടുക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം എല്ലാം തുറന്നു കിടക്കുക, ആർക്കും കയറാം. കാരണം എല്ലാവരും വെള്ളത്തിൻ്റെ പുറത്താണ്. അതല്ലേ ഇന്നും കാണുന്നത്. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ ഏകദേശം സകലവും നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള അവസ്ഥയല്ലേ ഇന്ന് ദൈവജനത്തിൻ്റെ മധ്യേ നടക്കുന്നത്? ഒരുക്കം എവിടെ? പ്രത്യാശ എവിടെ? വിശുദ്ധി എവിടെ? വേർപാട് എവിടെ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന പ്രവണത എവിടെ? ഐക്യത എവിടെ? ബന്ധങ്ങൾ ഒന്നിനൊന്നിന് ദൃഢപ്പെടുന്നുവോ അതോ ഒറ്റപ്പെട്ട തുത്തുകളെ പോലെ മാറുന്നുവോ? എല്ലാത്തിനും ന്യായീകരണമുണ്ടോ നമുക്ക്? എന്നാൽ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം സോലോലുപതയിൽ മുഴുകി പോയാൽ ആ ദിവസത്തിന് കണി പോലെ അതുപോലെ മദ്യാസക്തി. ഇപ്പോൾ അതൊന്നും ഒരു പാവമാണോ? അല്പം അകത്തി എന്നാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കുന്ന പ്രവണത ഇന്ന് വിശ്വാസികളും ധാരാളമായില്ലേ? സർവത്രികം. എന്താ? പണം പെരുകി, സുഖലോലുവന്മാരായി, ഭക്തി കുറഞ്ഞു. പണ്ട് ദിവസം പറഞ്ഞതുപോലെ സ്നേഹം കുറഞ്ഞു പോയി, ത്യാഗികളിൽ മോഹങ്ങൾ പലതരം വർദ്ധിക്കുന്നേ. ലോകത്തെ അനുഭവിച്ച് തീർക്കല്ലേ, ആസ്വദിച്ച് തീർക്കല്ലേ, ഒന്നും കാണാതിരുന്നവർ ഏതാണ്ടൊക്കെ കിട്ടിയപ്പോൾ അങ്ങ് ആസ്വദിച്ച് തീർക്കുക, സ്വയം മറന്ന് ഹൃദയം മുഴുകിയിരിക്കാതില്ല. ഇല്ല, സാദൃശ്യവാക്യം 30-ാം അധ്യായത്തിൽ ആഗൂരിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിലവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ദാരിദ്ര്യവും തരുന്നത്, സമ്പത്തും തരുന്നത്. സമ്പത്ത് വന്നാൽ എന്ത് വരുമെന്നും അവൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ നിന്നെ നിഷേധിക്കും, ദൈവം ആരെന്ന് പറഞ്ഞ് നിന്നെ നിഷേധിക്കും, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇന്നോ അയ്യോ, കർത്താവിനെ സേവിച്ചാൽ കുന്നുകൂടുമെന്നല്ലേ പറയുന്നേ? വേറെ ഒന്നും സംശയിക്കേണ്ട, കർത്താവിടേക്ക് വാതിൽക്കൽ ആയിരിക്കുന്നുള്ളതിന് ലക്ഷണമായത്. എല്ലാവരും പറയും, ഓ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം മഹത്വത്തെക്കുറിച്ചാണ്, സഭയുടെ ഒന്നും പറഞ്ഞില്ലെന്ന്. ഇവിടെ ആ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് കർത്താവ് ഇക്കാര്യം പറയുന്നത്, നിൻ്റെ വീണ്ടും അടുത്ത് വരുന്നു നോന്ന് തലയുർത്തുക. അത് നിങ്ങൾക്ക്. അതുപോലെ ആ 34-ാം വാക്യം നിങ്ങൾക്ക്, ലോകത്തിനല്ല, നിങ്ങളുടെ ഹൃദയം. അവിടെ പിയോസിൽ നിങ്ങളുടെ മനസ്സെണ്ണ അത് ദുർബലമാകുമെന്ന്. ശരിയല്ലേ? ഉറച്ച മനസ്സിന് പകരം, മനസ്സ് ദൃഢപ്പെടുന്നതിന് പകരം, കർത്താവിൽ സ്ഥിരപ്പെടുന്നതിന് പകരം മനസ്സ് ദുർബലമാകുന്നു. മാനസിക ബലമില്ലല്ലോ. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്, അത് തമിഴ് ഭാഷാന്തരത്തിലും ഇംഗ്ലീഷും, നിങ്ങളുടെ മനസ്സിൻ്റെ അരമുറുക്കിക്കൊണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം തന്നെയുണ്ട്. പക്ഷേ ഇന്നത് സാധിക്കുന്നില്ലല്ലോ. കർത്താവിന് വേണ്ടി മനസ്സുറപ്പിക്കാൻ ഭൂരിപക്ഷത്തിനും കഴിയുന്നില്ലല്ലോ. ജീവിക്കുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ദൈവമക്കൾ ലോകത്തിലുണ്ട്. ഞാൻ ഒരിക്കലും കർത്താവ് വരുന്നവരെ അവരൊരു ശേഷിപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും ആ ചിന്താഗതി ഇല്ലല്ലോ. സോലോലുവത, മദ്യാസക്തി, ജീവിത വ്യക്തത. ഞാൻ വിശദീകരിക്കാതെ തന്നെ ഇതിൻ്റെ അർത്ഥം പറയപ്പെട്ടവർക്കറിയാമല്ലോ. ഇവയിൽ കുടുങ്ങിപ്പോയാൽ, പഴയ ഭാഷാന്തരത്തിൽ ശരിയാ, ഉപജീവന ചിന്ത, എന്തു തിന്നും, എന്തൊടുക്കും, നാളേക്ക് വേണ്ടി ആര് കരുതും, ഞാൻ കരുതുന്നുണ്ടായോ, പകൽ, ഡേ ആൻഡ് നൈറ്റ്, ഒരു വിശ്രമവുമില്ല. എന്തിനു വേണ്ടി? കർത്താവിനെ ഒത്തുരിക്കാനോ, ദൈവത്തെ ആരാധിക്കാനോ, ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ, കർത്താവിൻ്റെ പാദത്തിലിരിക്കാനോ, ദൈവത്തെ ധ്യാനിക്കാനോ, ദൈവത്തിൻ്റെ കൂട്ടായ്മ ആഗ്രഹിക്കാനോ സമയമില്ലല്ലോ.
ഇന്ന് ഒത്തുകൂടുന്നുണ്ട്. പക്ഷേ വെറും വെറും തട്ടിപ്പ്, കാശുണ്ടാക്കുക, എങ്ങനെങ്കിലും തങ്ങളുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുമോ എന്ന നിലയ്ക്ക് എന്ന ചിന്തയോടെ മാത്രം ഒത്തുകൂടുന്ന ആളുകളെ നാം ഇന്ന് കാണുന്നത്. അപ്പോൾ ഉപജീവന ചിന്തകളാൽ ഇത് പ്രൊഫഷണൽ കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തിന്നും എന്ത് കൊടുക്കും എന്നൊക്കെ ചിന്താവലപ്പെട്ടത് അതൊക്കെ ലോകജാതികൾക്കുള്ളത്. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി എല്ലാം നിങ്ങൾക്ക് തരും. പക്ഷേ നമുക്കത് ബാധകമല്ലല്ലോ. പ്രസംഗപേദികൾ, പണം ഉണ്ടാക്കാനുള്ള മാർഗം, അയ്യോ വിശ്വസിക്കുക, നിനക്ക് വാരിക്കോരി തരുന്നല്ലേ പറയുന്നത്. അവരേത് യേശുവിനെയാണ്? അല്ല, 2:15 പൗലോസ് പറയുന്ന പോലെ വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്. എല്ലാ ദൈവാത്മാവല്ലല്ലോ. അപ്പോൾ പക്ഷെ ഒരു കാര്യം, അങ്ങനെയുള്ളവർക്ക് ആ ദിവസം കണി പോലെ വരും. അറിഞ്ഞുകൊണ്ട് കെണി ചെന്ന് ആരും ചാടത്തില്ലല്ലോ. പക്ഷി കാണുക കെണി വിരിക്കുന്നത് അസംഭവമെന്ന് പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുപോലെ ഇങ്ങനെ ചെയ്താൽ, സ്വലോലുപതയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ, അതിനാഗ്രഹിച്ച ആ നിലയ്ക്ക് നീങ്ങിയാൽ, അല്ലെങ്കിൽ നാം സ്വലോലുപരായാൽ, നാം മധ്യാസക്തിയുള്ളവരായാൽ, ഒരു ഇംഗ്ലീഷ് തർജ്ജിമയിൽ ഞാൻ വായിച്ചത് റവൽറി അല്ലെങ്കിൽ മധുരോത്സവം, അതല്ലേ ഇന്ന് നടക്കുന്നത്. കൂത്താടുക, ഒരു നിയന്ത്രണവുമില്ലാതെ. ഇത് ദൈവികമെന്ന ധാരണ. മയക്കം കൈ പിടിച്ചോ ഉറഞ്ഞു തുള്ളുക. ഞാൻ ദാവീദിനെ പോലെ ഡാൻസ് കളിക്കാമെന്നാണ് പറയുന്നത്. സൂക്ഷിച്ചോ ആ ദിവസം തന്നെ കണി പോലെ വരാതിരിപ്പാൻ. ഇത് കർത്താവ് തന്ന മുന്നറിയിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ 3 നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞ് കർത്താവെന്ന്. അത് പല ഇങ്ങനെ പറഞ്ഞ് മറ്റ് ലക്ഷ്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും കർത്താവ് നിങ്ങളെന്നല്ല പറഞ്ഞേ. പിന്നീടാണ് പറഞ്ഞത് നിങ്ങൾക്ക്. ഞാൻ വരുന്ന ആ ദിവസം കണി പോലെ ആകരുതേ. സർവഭൂതലത്തിലുള്ള ആളുകൾക്ക് വരും, പക്ഷേ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ അലസരെങ്കിൽ, നിങ്ങൾ മദ്യാസക്തരെങ്കിൽ, നിങ്ങൾ ജീവിത വ്യക്തതയുള്ളവരെങ്കിൽ, ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നവരെങ്കിൽ ശ്രദ്ധ മാറിപ്പോകും. നിങ്ങൾ അതിൽ മുഴുകിയിരിക്കും. ആ ദിവസം നിങ്ങൾ അറിയത്തില്ല. വളരെ ശ്രദ്ധിക്കാം. മാത്രമല്ല വേറൊരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. 36 വാക്യം, ലൂക്കോസ് 21:36. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ദൈവത്തോട് കർത്താവായ യേശു തന്നെ പറയുന്നതാണ്. ഇത് യഹൂദന്മാരോട് പറഞ്ഞതല്ലല്ലോ, ലോകജാതികളോട് പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ 22 വാക്യത്തിലും നിങ്ങളുടെ വീണ്ടെടുപ്പ്, 34 വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ്. മറ്റു വാക്യത്തിൽ പറഞ്ഞാൽ ദൈവജനം എന്ന് പറയുന്നവർക്കുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം എന്തു ചെയ്യണം? നിങ്ങൾ പ്രാപ്തരാകണം. എന്തിന്? 2 കാര്യങ്ങൾക്കാണ്. സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം, അതിലകപ്പെട്ടു പോകരുത്. പിന്നെ മനുഷ്യപുത്രന് മുൻപിൽ നിൽക്കണം. നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ പ്രാപ്തരാകണം, മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകണം. അതിനുവേണ്ടി എന്തു ചെയ്യണം? സദാകാലവും ഉണർന്ന് വാച്ച്ഫുൾ, ജാഗ്രതയോടെ, എന്നിട്ട് പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഇന്ന് ദൈവം എന്ന് പറയുന്നവർക്ക് മൊത്തത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് സദാകാലവും ഉണർന്ന് എന്നും പറഞ്ഞ് കണ്ണും തുറന്ന് ഉറങ്ങാതിരിക്കണമെന്നല്ലല്ലോ. എൻ്റെ കർത്താവ് വരുമെന്ന് ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞിരിക്കണമെന്നല്ലല്ലോ. ലേഖനങ്ങളിൽ ഉടനീളം കാണാം ബി വാച്ച്ഫുൾ. കുഞ്ഞിലേഖനത്തിലും പറഞ്ഞു ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, ഉണർന്നിരിക്കുവേൻ. സദാകാലവും എല്ലാം എപ്പോഴും ഉണർന്നിരിപ്പീൻ, അല്ലെങ്കിൽ ജാഗ്രതയോടെ വാച്ച്ഫുൾ. സന്ദേശത്തിലെ സഭയോട് പറഞ്ഞല്ലോ ഉണർന്നു കൊള്ളുക, ചാവാറായി ശേഷിപ്പെടെ ശക്തീകരിക്കുക, ഉണരുക. ഉറങ്ങുന്നവനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്
എനിക്ക് ഓർമ്മയുണ്ട്. ഉറങ്ങിക്കിടക്കുന്നതിന് ഈ ശിഷ്യന്മാർക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയത് പുസ്തകത്തിലുണ്ടല്ലോ. കർത്താവ് ഗെത്സമനിയിൽ വെച്ച് 3 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊണ്ടുപോയി. ഇവിടെ പാർത്ത് എന്നോട് കൂടെ ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കല്ലേറ് ദൂരത്തോളം പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ അവർ കണ്ണിന് ഭാരമേറിയാൽ ഉറങ്ങുന്നു. ഒന്ന് തട്ടി ഉണർത്തി കാര്യമൊക്കെ പറഞ്ഞേച്ച് പിന്നെയും പോയി. അന്ന് 10 ദൈവ. പിന്നെ അവരോട് പറയാൻ പോയില്ല. പ്രിയമുള്ളവരെ, ഉണർന്നിരിപ്പിൻ, ജാഗ്രതയായിരിപ്പിൻ. നാം എന്തെല്ലാം കാര്യത്തിന് ജാഗ്രത കാണിക്കും, എന്നാൽ നമ്മുടെ നിത്യതയുടെ കാര്യത്തിൽ നാം ജാഗ്രതയുള്ളവരോ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിപ്പിൻ. കഴിഞ്ഞിടയ്ക്ക് കുറച്ച് മുൻപ്, ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പുസ്തകം എൻ്റെ കൈ കിട്ടി. അത് തർജ്ജമ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ തർജ്ജമ ചെയ്തു. പക്ഷേ തർജ്ജമയെക്കുറിച്ച് എനിക്ക് തന്നെ തൃപ്തിയില്ല. കാരണം സമയം കിട്ടിയില്ല. പെട്ടെന്ന് എഴുതി വാങ്ങിച്ചു. അതിൽ ഒരു ഭാഗത്ത് ഞാൻ കണ്ടത് ഇത് ആ ഉപദേശം വ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? കാരണം ഞാൻ ഒരു ലോജിക്കാണ് അദ്ദേഹം പറഞ്ഞു. ആ ഗ്രന്ഥകർത്താവ് ഒരു ഭാര്യയോടോ മക്കളോടോ ഒരു സമയം മാത്രമേ, ഇന്ന് അല്പസമയം നമുക്ക് സംസാരിക്കാൻ മാറ്റിവെക്കാം, ബാക്കിയുള്ള സമയവും സംസാരിക്കുന്നു. അതാണോ, അങ്ങനെയാണോ പ്രാർത്ഥന എന്നും പറഞ്ഞ് പുള്ളി ലോജിക്കലായിട്ട് വളരെ യുക്തിസഹമായിട്ട് കാര്യം അവതരിപ്പിച്ചു. ശരിയാ, പിശാച് അങ്ങനെയല്ലേ പറയുന്നേ പലതും യുക്തിസഹമായിട്ട്. കഴിഞ്ഞ തലമുറകളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ അവർ കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്, പ്രാർത്ഥനാ ജീവിതം. അവരുടെ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഓർത്തു, ജോൺ വെസ്ലിയുടെ അമ്മ സൂസന്ന വെസ്ലി അവരെ ഇന്ന് ഇപ്പോഴേ ഒരു സ്റ്റോറീസ് ഓഫ് ഫെയ്ത്ത് എന്നും പറഞ്ഞൊരു ചാനലിൽ പല മുൻകാലത്ത് ജീവിച്ചിരുന്ന, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പല ഭക്തന്മാരായ വിശുദ്ധന്മാരെക്കുറിച്ചും ഭക്തകളായ സ്ത്രീകളെക്കുറിച്ചും ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് ആ സമയം കിട്ടുമ്പോൾ അത് കാണും. വാസ്തവം പറഞ്ഞാൽ അവരുടെ ജീവിതം, അവരുടെ മണിക്കൂർ പ്രാർത്ഥനയിൽ നിറഞ്ഞ് ജീവിച്ചു. അപ്പോൾ അവർ തങ്ങളെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതം മറ്റനേകർക്ക് രൂപാന്തരത്തിന് കാരണമായി, അനേകരുടെ വിടുതലിന് കാരണമായി. പ്രാർത്ഥനാവീരന്മാർ ലോകത്തിലേക്കും ശക്തമായ ആയുധമാണ് കർത്താവ് തന്നെ ജനത്തിന് നൽകിയത്. ഇവിടെ ഏതാണ്ട് പരശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അത് കഴിഞ്ഞു. കർത്താവും പറഞ്ഞ ഇതാണ്, സദാകാലം എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. പ്രാർത്ഥനാനിരതമായ എന്തിന്? അതിൻ്റെ ആവശ്യവും കർത്താവ് പറഞ്ഞു. സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകണം. നിങ്ങളിതിൽ അകപ്പെടരുത്, എനിക്കുള്ളവരാരും ഇതിൽ അകപ്പെടരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞേ, നിങ്ങളിതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നിങ്ങളൊന്നൂർന്ന് തല ഉയർത്തണം. നിങ്ങളുടെ ഹൃദയം സുഖലോലുപത കൊണ്ടും മദ്യാസക്തി കൊണ്ടും ജീവിത വ്യഗ്രത കൊണ്ടും ആടിപ്പോകല്. അത് നിങ്ങളെ മയക്കരുത്, സൂക്ഷിച്ചോണം. നിങ്ങൾ സംഭവിക്കാനുള്ള എല്ലാത്തിനും തെറ്റി ഒഴിയണം. മാത്രമല്ല മനുഷ്യൻ്റെ പുത്രൻ്റെ മുൻപിൽ നിൽക്കണം. അത് പറയുമ്പോൾ തേസിലെ അല്ലെങ്കിൽ മൗത്വ പ്രത്യക്ഷയുടെ സമയത്തല്ലല്ലോ. കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒലിവുമലയിൽ സഹസ്രാബ്ദവാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് വരുന്നതാണെന്ന് എല്ലാവരും പഠിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കണം. അപ്പോൾ അതിന് മുൻപ് ഈ കാര്യം നടക്കണമല്ലോ. അത്തി തളുത്തല്ലോ, സകല വൃക്ഷങ്ങളും തളുത്തല്ലോ, വേനൽ അടുത്തല്ലോ, അതൊക്കെ പറയുന്നുണ്ടല്ലോ. ഭയപ്പെടുന്ന പലതും നാം കേൾക്കുന്നല്ലോ. പക്ഷേ നമ്മുടെ ഹൃദയം അതിനായി ഒരുങ്ങിയിരിക്കുന്നുവോ? സംഭവിപ്പാനുള്ളത്. വാക്കുകളുടെ പ്രയോഗം ശ്രദ്ധിക്കണം. 28-ാം വാക്യത്തിൽ
ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, അത് തുടങ്ങുമ്പോഴേ തലപൊക്കിക്കണം. ഇവിടെ ഏതാണ്ട് നടന്നു കഴിഞ്ഞു. നമ്മുടെ കാലത്ത് നാം വന്നിരിക്കുന്ന കർത്താവ് പറഞ്ഞത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോഴെന്നാണ്. എന്നാൽ നമ്മുടെ കാലത്ത് ഇത് ഏതാണ്ട് ആൾമോസ്റ്റ് ഏതാണ്ട് നിറവേറി കഴിഞ്ഞു. ഇനി അധികമൊന്നുമില്ല സംഭവിച്ചു തുടങ്ങുമ്പോൾ. ഇവിടെ പറയുന്നു സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഇതിന് എന്ത് സംഭവിച്ചാലും അതിന് തെറ്റി ഒഴിയണം. അത് തെറ്റി ഒഴിയണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഉണർന്നിരിക്കണം. മയങ്ങിപ്പോകരുത്. നിങ്ങളെ ലോകം മയക്കാൻ അനുവദിക്കരുത്. ഞാൻ ഒരുങ്ങിയിരുന്നവർന്ന് മത്തായി 25-ാം അധ്യായത്തിൽ കവത്തയന്യന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 5 പേർ ഒരുങ്ങിയിരുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാര്യഗൗരവമുള്ളവർ, കരുതലുള്ളവർ. പറഞ്ഞ ഉണർന്നിരിക്കുന്ന അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞത് കാര്യഗൗരവത്തോടെ കരുതലോടെ ഒരുങ്ങിയിരിക്കുന്നവർ നാം ഇക്കാലത്ത് ചെയ്യുന്നുണ്ടോ? ഓരോ ദിവസവും എൻ്റെ കർത്താവിനോട് ഞാൻ അടുത്തു എന്ന ബോധം നമുക്കുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വയസ്സനെ നമുക്ക് കാണാം. അതിൻ്റെ ആരംഭ ഭാഗത്ത് പുള്ളി പോകാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് യാത്ര അവസാനിപ്പിക്കാനിരിക്കുക. പക്ഷേ യാത്ര അവസാനിക്കുകയില്ല. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് മാത്രമേ അത് കിട്ടിയുള്ളൂ. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ക്രിസ്തുവിനെ കാണാതെ നീ പോകത്തില്ല. പുള്ളി പരിച്ഛേദന ഏൽക്കാൻ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ശിവനോട് ഹാജർ എന്താ ഇപ്പോൾ നാഥാ നീ എന്നെ സമാധാനത്തോടെ പറഞ്ഞേക്കുന്നു. നോക്കണേ, ഇത് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. പ്രിയമുള്ളവരെ, വിശ്വാസി എന്ന് പറഞ്ഞിട്ട്, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ വരവെങ്കിൽ അവനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മെ പോലെ നിർഭാഗ്യവാന്മാർ ലോകത്തിലില്ല. പാടിയതെന്തിന്? പ്രാർത്ഥിച്ചതെന്തിന്? ആടിയതെന്തിന്? തുള്ളിയതെന്തിന്? ഇറങ്ങിയതെന്തിന്? മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കണോ? സംഭവിക്കാനുള്ള എല്ലാത്തിനും തെറ്റി ഒഴിയണോ? നിർബന്ധമായി 2 കാര്യം വേണം. ഉണർന്നിരിക്കണം, മാത്രമല്ല പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. നൂർന്ന് തല ഉയർത്തുവേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരപ്പെട്ടിട്ട് സുഖലോലുപതയും മദ്യാസക്തിയും ജീവിതേകതയും കടന്നു വന്ന് ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം കടന്നു വന്ന് ആ ദിവസം നിങ്ങൾക്ക് കാണി പോലെ വരാതിരിപ്പാൻ, ഒരു കെണി എങ്ങനെയോ അതുപോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി പലപ്പോഴും. ദൈവത്തിൻ്റെ ആത്മാവ് ഈ കഴിഞ്ഞിടയ്ക്ക് ദൈവത്തിൻ്റെ ഈ വാക്യങ്ങളെ എന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ വർഷം വായിച്ചതാണ്. പക്ഷേ അതിന് സാങ്കത്യം ചിന്തിപ്പാൻ, ഗൗരവം ചിന്തിപ്പാൻ എനിക്കും കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ബോധം വരുത്തിയപ്പോൾ ഭയന്നുപോയി. നമുക്ക് ഈ അനുഭവം ഉണ്ടോ? സദാകാലം രാത്രിയിലെ ഏത് യാമത്തിലും, കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ്, ഏത് യാമത്തിലും എൻ്റെ യജമാനൻ വന്നാൽ അവന് വേണ്ടി തുറക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എനിക്ക് മറ്റൊന്നും ചിന്തയില്ല. എനിക്ക് അവന് വേണ്ടി തുറക്കണം. അവനോടൊത്ത് എനിക്കിരിക്കണം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് ആവശ്യം ഇതാണ്. ലോക സംഭവങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നു. മാത്രമല്ല എല്ലാവരും പ്രസംഗിക്കുന്നു. പക്ഷേ ധാരാളം കേൾക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എബ്രാഹിം എഴുതുപോലെ കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കർത്താവ് വരുമെന്ന് പറയുന്നു, അവൻ തീർച്ചയായിട്ടും വരും. പക്ഷേ നാം അത് വേണ്ടതുപോലെ വിശ്വസിച്ച് അതിനനുസരണമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയില്ല എങ്കിൽ ഈ കേട്ട വചനം കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല.
ലോകസുഖങ്ങൾ വർദ്ധിപ്പിക്കാനും ലോകത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ലോകത്തിലെ സ്ഥാനം ഉറപ്പിക്കാനും പേര് വർദ്ധിപ്പിക്കാനും ഒക്കെ നാം ശ്രമിച്ച് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എന്ത് ചിന്ത, എന്ത് ശ്രദ്ധ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. 36 വാക്യം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ, നിങ്ങൾ പ്രാപ്തരാകേണ്ടത്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നാം നിവർന്ന് തല ഉയർത്തുന്നുണ്ടോ? തല ഉയർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് തല ഉയർത്തുമെന്നും പറഞ്ഞു? എൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാൾ, നിൻ്റെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു. ശരീരത്തിൻ്റെ രൂപാന്തര നാൾ വന്നു. കർത്താവിനോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതിനുള്ള നാൾ അടുത്തോ? അതിനായി ഒരുങ്ങിയോ? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരുങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കെണി രൂപപ്പെടുന്നുണ്ട്. ആ കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. എന്ത്? 3 കാര്യങ്ങൾ: സുഖലോപത, മദ്യാസക്തി, ജീവിതവ്യഗ്രത. അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ബദ്ധപ്പാടുകൾ ദൈവത്തിനുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ദൈവത്തിന് അറിയത്തില്ല എന്നുള്ള ചിന്തയിലാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയത്തില്ല, പ്രശ്നങ്ങൾ അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരാളാണ് ദൈവം എന്ന ചിന്തയിലാണ് നമ്മീ തത്രാളിക്കുന്നത്, നാം ഈ ഭാരപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം ദൈവത്തെ വിട്ട് മാറുന്നു, ഈ POC പറയുന്നതനുസരിച്ച് ദുർബലമാകുന്നു. ആ ദിവസം കെണി പോലെ വരുന്നു. കെണി പോലെ വരുന്ന ഒരുങ്ങുന്നില്ല, കർത്താവിൽ നിന്ന് അകലുന്നു, നാം ഒരുങ്ങുന്നില്ല. എങ്ങനെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുള്ളൂ. മാത്രമല്ല സംഭവിപ്പാൽ എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നാലും സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് അത് സാധിക്കണോ? സദാകാലം ഉണർന്ന് ദൈവിക സംസർഗത്തിൽ, ദൈവസന്നിധിയിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാനിരതരായി ഒരുങ്ങി, തീർച്ചയായിട്ടും ഒരുങ്ങി കാത്തിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവബദൽ, തീർച്ചയായിട്ടും പ്രാർത്ഥനാ ജീവിതമുള്ള ദൈവബദൽ തല ഉയർത്തും. കാര്യം അവന് നിരാശ ഉണ്ടാകത്തില്ല. പ്രാർത്ഥനാ ജീവിതമുള്ള ദൈവബദൽ കെണിയിലാവപ്പെടത്തില്ല. ആകയാൽ കർത്താവുമായുള്ള സംസർഗത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവിക വിശുദ്ധിയിൽ, ദൈവമായ സമ്പർക്കത്തിൽ നിലനിന്ന് പ്രാർത്ഥനാ ജീവിതമുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തെ ആത്മാവ് നമ്മെ സഹായിച്ചു. ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് കർത്താവ് അവസാനമായി പറഞ്ഞത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുകയും, മറ്റേ വാക്കിൽ പറയുന്നത് വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് ബലപ്പെട്ട് പ്രത്യാശയോടെ കാത്തിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം മദ്യഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളിലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചോളി. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രൻ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം ഈ കാഴ്ചപ്പാടോടെ ഈ നിലയിൽ ദൈവസ്ഥനിൽ നിന്ന തീർച്ചയായിട്ടും നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ല. മനുഷ്യപുത്രൻ്റെ മുൻപിൽ നാം നിൽക്കും. ദൈവമായ കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ ഭാഗ്യം, വലിയ പദവി നഷ്ടപ്പെടാതിരിക്കാൻ നാം ജാഗ്രതയുള്ളവരായിരിക്കാം. നമുക്ക് പ്രാർത്ഥനാനിരതരായിരിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ ആ നിലയിൽ മുന്നേറാം. വിശ്വാസം പുതുക്കാം, ദൈവാശയം പുതുക്കാം. ലോകചിന്തകളിൽ നിന്ന് നമ്മെ തന്നെ വിടുവിച്ച് വിടുതലുള്ളവരായി കർത്താവിന് വേണ്ടി നിലനിൽക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വരവിനുള്ള ബന്ധം ഉള്ള കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും
കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവമക്കളായവർ എങ്ങനെ പെരുമാറണമെന്നും പറഞ്ഞല്ലോ. നിങ്ങളുടെ ഹൃദയം അതാ പലതിലും കുടുങ്ങി, സ്ഥൂലോലുപതിയിലോ മദ്യാസക്തിയിലോ കർത്താവെ ജീവിത വ്യഗ്രതയിലോ കുടുങ്ങി ബലഹീനപ്പെട്ട് ആ ദിവസങ്ങൾ കണി പോലെ വരാതെ നൂർന്ന് തലവെക്കുന്നവരായി സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായി തിരുവാൻ ദൈവത്തിനെ ആത്മാവ് സഹായിക്കണമേ. അതാ ആരും നഷ്ടപ്പെട്ടു പോവാൻ കർത്താവ് അനുവദിക്കരുതേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.